നമസ്കാരം. ഞാൻ ജിജി മാരിയോ. എന്നോട് ഇന്നലെ എനിക്കൊരു വാട്സപ്പിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ എഴുതി ചോദിച്ചിരിക്കുകയാണ്, ചേച്ചി എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ചേച്ചിയെന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ടൊരു മറുപടി കൊടുത്തു, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതിരിക്കുക, മറ്റുള്ളവർ നന്മ കാണുക, അപ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഉടൻ തന്നെ ആ കൊച്ചു വീണ്ടും മറുപടി ചോദിച്ചു, ചേച്ചിയെ എല്ലാവരും എൻ്റെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാതിരിക്കണേ? എനിക്ക് പറ്റണില്ല ചേച്ചിയാണ്. സത്യമാണ്, ആ കൊച്ചു പറഞ്ഞതും സത്യമാണ്. കാരണം ഓരോ മനുഷ്യരും എൻ്റെ കുറ്റം അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള പരാതി നെഗറ്റീവ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുകയും അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും, വെറുപ്പ് വരും, വിദ്വേഷം വരും, അവർക്ക് എന്തെങ്കിലും തിരിച്ച് പണി കൊടുക്കണമെന്നൊരു ചിന്ത വരും. അതിൻ്റെ രീതിയിൽ നമ്മളങ്ങ് പോവുകയാണ്, ഇല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മാറ്റി എടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. നമുക്ക് ആഗ്രഹമുണ്ടേ എങ്കിൽ, നമുക്ക് തീക്ഷ്ണമായ ഒരു ആഗ്രഹം, ഒരു കാര്യം സാധിക്കണം അല്ലെങ്കിൽ നേടണമെന്ന് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാൻ പറ്റും. ഒരു കൊച്ചു കഥയാണ് ഓർമ്മ വരുന്നത്. അതായത് ഒരു സന്യാസി കുറച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സന്യാസി എപ്പോഴും എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ ഒരു കുനിഷ്ഠ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അന്ന് ചോദിച്ചത് സന്യാസി ഇങ്ങനെയാണ്, ഒരു താമരയുടെ ഉയരം എത്ര എന്ന്. അപ്പോൾ ഓരോരുത്തരും ഓരോ ആൻസർ പറഞ്ഞു. അതിനെല്ലാം ക്രിട്ടിസൈസ് ചെയ്ത് സന്യാസി തിരിച്ച് മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരു കൊച്ചു പറഞ്ഞു 2 അടി, ഒരു കൊച്ചു പറഞ്ഞു 3 അടി, ഒരു കൊച്ചു പറഞ്ഞു 4 അടി. അപ്പോഴൊക്കെ സന്യാസി പറഞ്ഞു, എന്തേ 5 അടി ആകാൻ പാടില്ലേ, എന്തേ 6 അടി ആകാൻ പാടില്ലേ, ഇങ്ങനെ തിരിച്ച് മറുചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ബിരുദനായ ഒരു ശിഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, തണ്ണിയോളം ഉയരം താമരയ്ക്ക് എന്ന്. അതായത് വെള്ളത്തിന് എത്ര ഉയരമുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും താമരയുടെ ഉയരമെന്ന്. കറക്റ്റ് ആൻസർ ആയിരുന്നു. അപ്പോൾ സന്യാസി വീണ്ടും ചോദിച്ചു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിന്റെ ഉയരം എത്ര എന്ന് ചോദിച്ചു. അത് കേട്ട് അതൊന്ന് പുള്ളിക്കാരനൊന്ന് ശിഷ്യനൊന്ന് പരിങ്ങി. അപ്പം ശിഷ്യൻ മറുപടി പറയായിരുന്നപ്പോഴത്തേക്കും സന്യാസി പറയാണ്, ശിഷ്യനോട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, എത്രത്തോളം ആഗ്രഹം നിനക്ക് ജീവിതത്തോടുണ്ടോ, നിന്റെ മനസ്സിൽ എന്തുമാത്രം ആഗ്രഹമുണ്ടോ ആ ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് നിന്റെ ഉയരം തീരുമാനിക്കുന്നത് എന്ന്. അപ്പൊ നിനക്ക് ജീവിതത്തിന് എത്ര ആഗ്രഹം വരുന്നുണ്ടോ, അപ്പൊ ആഗ്രഹം കുറഞ്ഞു പോയാൽ ആ ഉയരവും കുറയും, ജീവിതത്തിന്റെ ഉയരവും കുറയും. ആഗ്രഹം കൂടിയാൽ നിന്റെ ജീവിതത്തിന്റെ ഉയരം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നല്ലൊരു കഥയാണ്, നല്ലൊരു മോറൽ സന്ദേശം നൽകുന്ന ഒരു കഥയാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനോടുള്ള തീക്ഷ്ണമായ ആഗ്രഹമാണ്, ആ ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയരം നിശ്ചയിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റണില്ല, ഞാൻ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നു, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എനിക്ക് ദേഷ്യമാണ്, വെറുപ്പാണ്, എൻ്റെ ഉള്ളിൽ വിഷമങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ സ്വയം പഴിക്കുന്നത്? അങ്ങനെ പഴിച്ച് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി ഇങ്ങനെ നടക്കുമ്പോഴുണ്ടല്ലോ നമ്മളുടേതായ ജീവിതത്തിൽ നമ്മൾ നേടിയേക്കേണ്ടതായ പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോവാണ്. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സമാധാനം നമ്മൾ നശിപ്പിക്കുകയാണ്. അനാവശ്യമായിട്ട് അമ്മായിമ്മയുടെ കുറ്റം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുറ്റം കണ്ടുപിടിക്കുക, ഭാര്യയുടെ കുറ്റം കണ്ടുപിടിക്കുക, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക, എന്നിട്ട് അവരെ കുറിച്ച് ഓർത്ത് നമ്മൾ വലിയ ചെയ്ത് ടെൻഷൻ അടിച്ച് എങ്ങനെ അവർക്കിട്ട് പണി കൊടുക്കാം അല്ലെങ്കിൽ എന്നും വെച്ചിങ്ങനെ ആകുലതപ്പെട്ട് നടക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മുടെ ജീവിതമാണെന്ന് മറക്കാതിരിക്കുക. പിന്നെ ഇതൊക്കെ ഈസിയായിട്ട് പറഞ്ഞു പോകാം, പക്ഷെ പെട്ടെന്നൊന്നും സാധിക്കേണ്ട കാര്യമില്ല. എത്ര ആഗ്രഹമുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ജീവിതത്തിൽ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, തമ്പുരാനെ മറന്നു കളയരുത്. തമ്പുരാനെ നമ്മൾ എപ്പോഴും മുറുക്കിക്കൊണ്ട് നടക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുക, എൻ്റെ മിടുക്കൊണ്ട് ഞാനിതൊക്കെ സാധിച്ചു എന്ന്. ഇല്ല, നമ്മുടെ മിടുക്കൊണ്ട് നമുക്കൊന്നും സാധിക്കാൻ പറ്റിയല്ല. ദൈവം എൻ്റെ കൂടെയുണ്ട് എങ്കിൽ, ഈ ലോകം മുഴുവൻ നമുക്കായിട്ട് തന്ന, ഈ ലോകത്തിൽ എനിക്കൊരു ജീവിതം തന്ന ആ ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ കൂടെയുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമുക്കതിനെയൊക്കെ തരണം ചെയ്തു പോകാൻ പറ്റും. തമ്പുരാനെ ചങ്കോട് ചേർത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റണം. തമ്പുരാനോട് പറയണം, തമ്പുരാൻ എനിക്ക് പറ്റണില്ല, എനിക്ക് സാധിക്കണില്ല, എനിക്ക് നന്നായിട്ടൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ അനാവശ്യ ചിന്തകളൊക്കെ കളയണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ ഈ പിറുപിറുപ്പിൽ, എൻ്റെ ഈ മൂഷാട്ട സ്വഭാവം, ഈ കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം ഒക്കെ മാറ്റണമെന്നുണ്ട്, എനിക്ക് എല്ലാവരും അങ്ങോട്ട് സ്നേഹിക്കണമെന്നുണ്ട്, എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞ് തമ്പുരാനോട് പറയാ, പറ്റണില്ല തമ്പുരാനെ, എന്നെ ഹെൽപ്പ് ചെയ്യണേ, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന്. വിവേകാനന്ദൻ പറഞ്ഞ ഒരു മനോഹരമായ ഒരു കുറേ വരികളുണ്ട്.
അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, നിങ്ങൾ ആകാശത്തോട് നോക്കി, ആകാശത്ത് നിന്ന് വീഴുന്ന മഴത്തുള്ളികൾ എന്ത് രസമാ കാണാനായിട്ട്. അത് താഴെ വീഴുമ്പോൾ നമ്മുടെ കയ്യിലാണ് വീഴുന്നതെങ്കിൽ അത് കുടിക്കാനുള്ള നല്ല വെള്ളമായിട്ട് മാറുന്നുണ്ട്. അത് താമരയിലാണ് വീഴുന്നതെങ്കിൽ നല്ല തിളങ്ങുന്ന മുത്തായിട്ട് മാറുന്നുണ്ട്. മുത്തുപോലെ തോന്നിക്കും അതിനെ കാണാനായിട്ട്. അത് പവിഴത്തിലാണ് വീഴുന്നതെങ്കിൽ അത് മുത്തുച്ചിപ്പിയിലാണ് വീഴുന്നതെങ്കിൽ അത് പവിഴമായിട്ട് മാറുന്നു. അതേസമയം ആ മഴത്തുള്ളികൾ ചേറ്റിലാണ്, ചെളിയിലാണ്, കുണ്ടിലാണ് വീഴുന്നതെങ്കിൽ കാലുപോലും കഴുകാൻ പറ്റാത്ത വൃത്തികെട്ട മലിനജലമായി മാറുന്നു. പക്ഷേ മഴത്തുള്ളികൾ എല്ലാം സെയിം തന്നെയാണ്, ഒരേ മഴത്തുള്ളി തന്നെയാണ്. അത് വീഴുന്ന പ്രതലത്തിനനുസരിച്ചിട്ട് അതിൻ്റെ സ്വഭാവവും രീതികളും മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, ആരുമായിട്ട് നമ്മൾ കൂടുതൽ സമ്പർക്കത്തിൽ പോകുന്നു, അതിനനുസരിച്ചായിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഉയരം കൂട്ടുന്നതും നമ്മളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പും നിന്നു പോകുന്നതും. ഏതൊക്കെ പ്രശ്നം വന്നാൽ എൻ്റെ തമ്പുരാൻ എനിക്ക് കൂടിയുണ്ട്, ഞാൻ തമ്പുരാനെ കൈവിടുകയില്ല, ഞാൻ തമ്പുരാൻ ഇങ്ങനെ ഉള്ളത്തിൽ കൊണ്ടെടുക്കും, എൻ്റെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായിട്ട് എൻ്റെ ദൈവമുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ, ഉള്ളിൽ നമ്മുടെ ആ ചിന്തയുണ്ടെങ്കിൽ, ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെയും പരാജയപ്പെട്ടു പോവുകയില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് തമ്പുരാൻ ഒരു പേഴ്സണൽ പ്രെയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. 10 മിനിറ്റ് മതി. എഴുന്നേറ്റോടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഓരോ കോശത്തിലേക്ക് നമ്മൾ ഓക്സിജൻ ചെല്ലണം. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ അന്നത്തെ ഒരു എനർജി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പോലും അറിയാതെ ഒരു സന്തോഷം, ഒരു ഫീലിംഗ്, ഒരു എനർജി ഫീലിംഗ്, ഒരു പോസിറ്റീവ് ഫീലിംഗ് ഒക്കെ വരും. അതേസമയം രാവിലെ എഴുന്നേറ്റ് ഉടനെ ഇന്നത്തെ ജീവിതം ഒരു ദിവസം പോക്കാ, ഗ്ലൂമിയാണ്, എന്താണെന്നുള്ള സുഖമില്ല, അതുടനെ നമ്മുടെ മൈൻഡ് അബ്സോർബ് ചെയ്യാണ്. അപ്പം ആ ചിന്തകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ തമ്പുരാനോട് ഒപ്പം ഇരുന്നിട്ട് നമ്മളൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ പറ്റണം. ഒരു ദീർഘശ്വാസം അങ്ങോട്ട് പതുക്കെ മേലിട്ടെടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ദൈവമേ, മറ്റുള്ളവരെ കുറ്റം പിടിക്കാൻ മറ്റുള്ളവരിൽ കുറ്റം മാത്രം കാണാനുള്ള ഒരു കഴിവ് എനിക്ക് തരല്ലേ, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു കഴിവ് തരണേ. ആ പ്രാർത്ഥിക്കേ, ഒരു 5 മിനിറ്റ് അങ്ങനെ പ്രാർത്ഥിക്കാം. മറ്റുള്ളവർ നന്മ കാണാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഉള്ള ഒരു കഴിവ് തമ്പുരാനെ എനിക്ക് നൽകണേ എന്ന് ഓരോ ദീർഘശ്വാസം ഇങ്ങനെ എടുത്തു വിടുമ്പോഴും അതൊക്കെ എടുത്ത് ഫുള്ള് നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുത്ത് വിടുക. എന്നിട്ട് താഴെ അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്കും വിടുക. ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞ് അടുത്ത 5 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്ന, ദൈവമേ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി ദൈവമേ, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരിൽ നന്മ കാണുവാനും എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി ദൈവമേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദീർഘശ്വാസം എടുത്ത് നോക്കിയേ. ഒരു 5 മിനിറ്റ്, അങ്ങനെ ഒരു 10 മിനിറ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ദൈവവുമായിട്ട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. എവിടെയും നമ്മൾ തോറ്റു പോവില്ല കേട്ടോ, എവിടെയും നമ്മൾ പരാജയപ്പെട്ടു പോവില്ല. ഏതെങ്കിലും ഒരു നിമിഷം നമുക്ക് തളർന്നു അല്ലെങ്കിൽ പോയി തകർന്നു എന്ന് തോന്നുന്നിടത്ത് നിന്ന് തമ്പുരാൻ നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് തരും. ഒരു പുതിയ തുടക്കം തമ്പുരാൻ കൊണ്ടുതരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും തമ്പുരാൻ നമ്മളെ കൈവിടാനൊന്നും പറ്റുകയില്ല കേട്ടോ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.